നല്ല സുടുസുടാന്നുള്ള നെയ്ച്ചോറിലേക്ക് ഉരുളങ്കിഴങ്ങ് ഒക്കെ ഇട്ട് കുറുക്കി വെച്ച ബീഫ് കറി. ഔഫ്, അതും വെറും ബീഫ് കറിയല്ല, ഒരു സ്പെഷ്യൽ മസാല ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബീഫ് കറി. വെളിച്ചെണ്ണയിൽ ആദ്യം ഒരു 10-15 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതൊന്നും വേണ്ടി വന്നാൽ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് അതിനെയും വഴറ്റിയെടുക്കുക. നെക്സ്റ്റ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നെണ്ണത്തിനും ചതച്ചെടുക്കുക. ഇതിലേക്ക് ഇടുക. റോസ്മേല് മാറുന്നത് വരെ പിന്നെയും വഴറ്റുക. തക്കാളി ചേർക്കുക. പിന്നെയും വഴറ്റുക. എല്ലാതും കൂടി ഉടഞ്ഞൊരു പരുവാവട്ടെ. ഇനി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞപ്പൊടി ഇത് മൂന്നും കൂടി ഇടുക. ഞാൻ ആദ്യം ഒരു സ്പെഷ്യൽ ആളെ മെൻഷനാക്കിയില്ലേ, ആളുടെ. ആൻഡ് ദിസ് ഇസ് ദ മീറ്റ് മസാല ഫ്രം നിറൻ പൊടീസ്. ആൻഡ് ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ. മറ്റു മസാലാസിന്റെ പോലെ ഒരുമാതിരി കുത്തും ഭയങ്കര എരിവും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ബാക്ക് ടു ദ പോയിന്റ്. ഈ മീറ്റ് മസാലയും ഇതിലോട്ട് ചേർക്കുക. നന്നായിട്ട് സോട്ട് ചെയ്യുക. ചെയ്ത് വെച്ച ബീഫ്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പേരിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ. ഇനി ആ കുക്കർ ഒന്ന് അങ്ങോട്ട് തുറന്നാല് ഈ ഉരുളങ്കിഴങ്ങ് ഇപ്പോൾ ഇവിടുന്ന് വന്ന നിങ്ങൾ ആലോചിക്കുന്നത് പറഞ്ഞു. ഉരുളക്കിഴങ്ങ് ഇടുന്നത് നൈസായിട്ട് റെക്കോർഡ് ചെയ്യാൻ മറന്നു. ഞാൻ പറഞ്ഞുതരാം. ഉരുളക്കിഴങ്ങ് ഇടാണ്ട് 3 വിസിൽ ഇട്ട് കഴിഞ്ഞിട്ട് 2 വിസിൽ. അപ്പോൾ അങ്ങനെ ഇനി വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി, തേങ്ങാക്കൊത്ത്, വേപ്പിൻ്റെ ഇല കിട്ടുന്ന മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് അവസാനം കുറച്ചുകൂടി വേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പും കൂടി ഇട്ടാൽ നമ്മുടെ ടേസ്റ്റ് നല്ല കുറുകിയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി.